ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല മഴ സമയത്തൊക്കെ നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ 4 പേരൊക്കെ പോയി കഴിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അത്രയും പൈസയൊന്നും അതിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള അതേ ടേസ്റ്റോടു കൂടിയുള്ള സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കോമ്പിനേഷൻ നമുക്ക് ബ്രെഡ് വേണമെങ്കിൽ എടുക്കാം, റസ്ക് വേണമെങ്കിൽ കഴിക്കാം. നല്ല മുരിഞ്ഞ റസ്ക് ആയിരിക്കും നല്ലത്. അപ്പം വൈകുന്നേരമൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സൂപ്പാണ്. നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഒരു കുറച്ച് 2-3 പീസ് മാറ്റി വെച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് ഇടയ്ക്ക് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഒരു പാനിൽ 1 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 3-4 കൊച്ചുള്ളി, 1 ക്യാരറ്റ്, 1 കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തേക്കുന്ന ഒരു 150 ഗ്രാമോളം, ഉദ്ദേശം തൂക്കിയിട്ടല്ല, കുറച്ച് ചിക്കൻ അധികം വേണ്ട കേട്ടോ, അത്രയും കാണും. 2 പീസ്, ഒരു നല്ല പീസ്, ഒരു ചെറിയ പീസ് എടുത്തേക്കുന്നത്. 4 പേർക്കുള്ള അളവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഒരു 3 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തിളച്ച് അതൊന്ന് വേകും. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇപ്പം നമ്മുടെ സ്റ്റോക്ക് തിളച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് നമ്മുടെ ചിക്കൻ പീസ് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് നമ്മൾ എടുത്ത് മാറ്റി നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. പാൻ നല്ലതുപോലെ അങ്ങ് ചൂടായിപ്പോയി കേട്ടോ, അതുകൊണ്ടായി പുക വന്നത്. പെട്ടെന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓണാക്കിയത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 5 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളറാവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കോൺഫ്ലവർ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നല്ല ഉപ്പ് വെള്ളത്തിയിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ വെജിറ്റബിളും സ്വീറ്റ് കോണ്, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഗ്രീൻ പീൻസ്, ഇത്രയാണ് ചേർത്തേക്കുന്നത്. ക്യാരറ്റും ബീൻസും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അതുകൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് വഴന്ന് പോകരുത്. നമ്മൾ ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്കിനകത്തോട്ട് വെജിറ്റബിൾ ചേർക്കാം. പക്ഷെ ഞാനിങ്ങനെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് വെജിറ്റബിളിൻ്റെ മാറാൻ വേണ്ടി ഇങ്ങനെ ഒരു ബട്ടറിലൊന്ന് ഇതാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേറൊരു പാൻ വെച്ചിട്ട് നമുക്ക് ആ പാനിലോട്ട് ഇത് നമ്മൾ വയറ്റിയില്ല, ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് കുക്ക് പോലും ആയില്ല കേട്ടോ, പച്ചമണം ഒന്ന് മാറിയ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനൊക്കെ ആ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ വെജിറ്റബിൾസൊക്കെ അരിച്ച് മാറ്റി ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ പീസ് ഉണ്ടല്ലോ, അത് നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് ചെറിയ ചെറിയ പീസായി ആക്കിയതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ വലിയ വില കൊടുത്തൊന്നും റെസ്റ്റോറൻറ്റിൽ പോയൊന്നും കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്ന് വന്ന് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ്, അത് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ നമ്മൾ ഡയറക്റ്റ് ചേർക്കല്, കലക്കി തന്നെ ചേർക്കണം. ഈ കോൺഫ്ലവർ ഇല്ലെങ്കിൽ 2 സ്പൂൺ മൈദയായാലും ചേർക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മൾ 1 മുട്ട മിക്സ് ചെയ്തത് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇത് കഴിക്കുമ്പോൾ ഈ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുമല്ലോ, അത് ഈ മുട്ടയാണ്.
അപ്പോൾ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് 2 സാധനം കൂടെ ചേർക്കണം. അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്താലും മതി. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കുറച്ച് നാരങ്ങാനീരും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്ത് ചൂടോടുകൂടി കുടിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.